ഇവിടെ ഫിലിപ്പീൻസിന്റെ പഴയ പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്രേവ് ചെയ്തതുമാതിരി ഈ ഡ്രഗ് കാർട്ടൽസിനെ നിയന്ത്രിക്കാനെന്ന പേരിൽ ആളുകളെ കൊന്നുകളയാനൊന്നും പറ്റില്ല. നമുക്ക് ഈ മലയാള സിനിമയിലെ ആക്ടർമാരെയും മറ്റുള്ളവരെയും ഒന്നും നിഷ്കാസനം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അവരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കണം. അത് വളരെ വ്യാപകമായി ഇത്തരത്തിലുള്ള ലഹരി കേസുകൾ ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല, ഇവരൊക്കെ ഇതിനെ ഈ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. യുവാക്കളൊക്കെ അതിൻ്റെ സ്വാധീനത്തിൽ വരുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് കൂടിയാണല്ലോ ഈ സിനിമാ താരങ്ങളൊക്കെ. അപ്പോൾ മാരകമായ പരിക്കാണ് നമ്മുടെ സാമൂഹ്യ ആരോഗ്യത്തിന് നേരിടുന്നത് എന്ന ഒരു കാര്യം പരിഗണിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഈ വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെ തിരികെ കൊണ്ടുവരാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അഭിലാഷേ, പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ വാർത്തകളിൽ ഇടം പറ്റുമ്പോൾ ഇതിൻ്റെ സാങ്കേതികത്വങ്ങൾ പറഞ്ഞാണ് നമ്മൾ അധികവും നമ്മുടെ സമയം പാഴാക്കാറുള്ളത്. പക്ഷെ സത്യത്തിൽ ആത്മാർത്ഥമായി ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ചാലകശക്തികളാകേണ്ട കലാകാരന്മാർ ഇത്തരത്തിലുള്ള ഡ്രഗുകൾക്ക് അബ്യൂസിന് വിധേയമാവുകയും പ്രസിദ്ധിക്കപ്പുറത്തേക്ക് കുപ്രസിദ്ധികൾ ആഘോഷിക്കപ്പെടുകയും ഒക്കെ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലപ്പോഴും ചില വിടുവ വർത്തമാനങ്ങൾ, ഇപ്പം ലഹരികളുടെ അബ്യൂസുകളെ കുറിച്ചൊക്കെയുള്ള ചില ഒളിഞ്ഞുള്ള ചില കമൻറ്റുകളൊക്കെ ഇവർ പാസ്സാക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഈ വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് ശരിക്കും രാഹുലീഷ്ണ പറഞ്ഞ പോലെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. നമുക്കറിയാം, ഈ മാതൃകകൾ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ യുവതലമുറയ്ക്ക് എന്നുള്ളതൊരു ഒരു ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ഒരു മാനുഷികമായിട്ടുള്ള ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരണം. നമുക്കറിയാം, ഇപ്പം ഈ അടുത്ത നാളിൽ ഈ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഈ നാട്ടിൻപുറത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു. അതായത് ഈ നമ്മുടെ കുട്ടികൾ ഡ്രഗ് ഉപയോഗിക്കുന്നതോ കൊടുക്കുന്നതോ കണ്ടാൽ കൈയും തലയും തമ്മിൽ ഏറ്റുമുട്ടും എന്ന രീതിയിൽ ഒരു അക്രമത്തിൻ്റെ മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയല്ല, പലപ്പോഴും നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് ഒരു കൗമാര പ്രായത്തിലൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്യൂരിയോസിറ്റി അവരുടെ ഉള്ളിലുണ്ടാവും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ യഥാർത്ഥ ദിശയിലല്ല സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ എംപോസിഷൻ എഴുതി പഠിച്ചിട്ടുള്ള മയക്കുമരുന്നുകളുടെ പേരുകൾ വരെ ഇന്ന് നമ്മുടെ നഴ്സറിയിലുള്ള കുട്ടികൾ വരെ ആ പേരുകൾ വരെ ഉച്ചരിക്കുന്നു. അപ്പം നമുക്ക് ഓർക്കേണ്ടത്, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ബോധനം അത് തുടങ്ങേണ്ടത് എപ്പോഴും മാതാപിതാക്കളിലാണ്. ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ ഈ മാറിയ കാലത്തെ ഈ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ്, ആ കാര്യത്തിനകത്ത് കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം, ആരോഗ്യകരമായി ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഇന്നത്തെ നമ്മുടെ പേരൻസിന് അറിയത്തില്ല. അപ്പം അവിടെ ആ പേരൻസിലാണ് യഥാർത്ഥത്തിൽ ബോധവൽക്കരണം തുടങ്ങേണ്ടതും. അത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുന്ന ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ടെൻഡൻസികൾ, അതായത് മക്കളെ പേടിക്കുന്ന ധാരാളം മാതാപിതാക്കൾ കുടുംബങ്ങളിലുണ്ട്. അപ്പം അങ്ങനെയുള്ള അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ അവരെ പ്രോപ്പറായിട്ടുള്ള മാനസികാരോഗ്യ റെഡ് സിംബലുകളായി ഇത് കണ്ടുകൊണ്ട് ഒരു വിദഗ്ധമായിട്ടുള്ള കൗൺസിലിങ്ങും, അതുപോലെ തന്നെ ഇപ്പൊ ഡി അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭ്രാന്തിന്റെ ചികിത്സ പോലെയായിട്ട് ചില ആൾക്കാർ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, നമുക്കറിയാം, ഈ സിന്തറ്റിക് പോലെയുള്ള പല ഡ്രഗുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേവല യൂസുകൾ തന്നെ നമ്മുടെ അസറ്റായിട്ടുള്ള നമ്മുടെ മസ്തിഷ്കത്തെ അഡിക്റ്റീവ് ആക്കുകയും സാരമായിട്ടുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ വ്യക്തികളിൽ സംഭവിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മച്ചുറായി വരുന്ന ബ്രെയിൻ, ഈ മച്ചുറായി വരുന്ന ബ്രെയിന് ഏർലി ആയിട്ട് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ഇൻഫ്ലുവൻസ് അക്രമവാസനയിലേക്കും ഇൻഹിബിഷൻ ഇല്ലാതെ എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം എന്ന തലത്തിലേക്ക് അവരെ മാറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ മാനസികാരോഗ്യ പരിശോധനകൾക്കും വേണ്ടി വന്നാൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ട, മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് ഇത് ഈ വിഷയത്തിനകത്ത് എന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഡി അഡിക്ഷൻ എന്നുള്ളത്. അത് നമുക്ക് ഒരു നോർമലായ കാര്യമാണ്. ആ നിലയ്ക്ക് അത് ഉൾക്കൊള്ളണം.